ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗദ, കൺഗ്രാറ്റ്സ്. മുമ്പ് ഞാനൊരു സ്ഥലം കാണിച്ചെന്ന് അവിടെ എന്ത് പ്രൊജക്ട് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ വയസ്സായ ആളുകൾക്ക് വേണ്ടി ഒരു സ്നേഹഭവനം ഒരുക്കണമെന്നുള്ള കാര്യം താൻ പറഞ്ഞില്ലേ? അത് തന്നെയാ ഞാനിപ്പോ ഗവൺമെന്റിന്റെ മുന്നിൽ പ്രൊജക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്ത്. സോ ദിസ് ഈസ് യുവർ പ്രൊജക്ട്. വേണ്ട വേണ്ട, അതിന്റെ ബഹുമതിയൊന്നും എനിക്ക് തരണ്ട. അല്ലെങ്കിൽ തന്നെ ഞാനെന്ത് ചെയ്തിട്ടാ? എന്റെ മനസ്സിൽ തോന്നിയ എന്തോ പൊട്ടത്തരം ഞാൻ നവീനോട് പറഞ്ഞു. നവീനത് വേറെ എന്തൊക്കെയോ ആക്കി എഴുതി കൊടുത്തു. അല്ലാതെ ഗവൺമെന്റ് എന്താ എന്നെ അംഗീകരിക്കാൻ പോവാണോ? അത് തന്നെ, ഗവൺമെന്റ് അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമാണോ? അമ്മായിയേ, ഗവൺമെന്റ് അംഗീകരിക്കാന്ന് പറഞ്ഞാലേ ചെറിയ കാര്യമൊന്നുമില്ല. പറ്റിയാലേ നാളെ പത്രം വരുമ്പോ നോക്കിക്കോ. കാളമാടത്തിന്റെ പേരായിരിക്കും മുഴുവൻ ഉണ്ടാവുക. നവീൻ, അതൊന്നും വേണ്ട കേട്ടോ. വേണം. അത് മാത്രമല്ല, ഈ പ്രൊജക്ടിന്റെ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് അവർക്ക് കുറെ സംശയങ്ങൾ കൂടെ തീർക്കാനുണ്ട്. ആ സംശയങ്ങൾക്ക് മറുപടി പറയേണ്ടതും താനാ. ഞാനില്ല, എങ്ങോട്ടുമില്ല. എടോ, ഇതെന്റെ ഭാര്യയുടെ ഐഡിയ ആണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു. താൻ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിലേ അതെനിക്ക് കുറച്ചില്ല. മാത്രമല്ല, ഇത്രയും വലിയൊരു ഭാഗ്യം നമ്മുടെ കമ്പനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഒരു കാര്യം പറയാൻ മോക്ക് സാധിച്ചെങ്കില് അത് മറ്റുള്ളവരുടെ മുന്നിലെ വിശദീകരിക്കാനും മോളെ കൊണ്ട് കഴിയും. അവന്റെ കൂടെ ചെല്ലാന്ന് സമ്മതിക്കും മോളെ. കണ്ടില്ലേ, അവനെ ലോകം കീഴടക്കിയവനെ പോലെ വന്ന് നിൽക്കുന്നത്. അത് ശരിയാ കേട്ടോ. ഗാഥാമാടത്തിന്റെ പദ്ധതി അവര് കൈയടിച്ച് അഭിനന്ദിച്ചപ്പോ സാറിന്റെ മുഖം ഒന്ന് കാണണമായിരുന്നു. എന്തൊരു അഭിമാനമായിരുന്നു അറിയോ? അത് ഭാര്യയോട് സ്നേഹവും ഭാര്യയെ കുറിച്ച് അഭിമാനം ഉള്ളത് കൊണ്ട് തന്നെയാ. അതെ മോളെ, ഇനി ഇത് കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല. നവീൻ നിനക്ക് വേണ്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ നവീന്റെ കൂടെ പോയേ പറ്റൂ. മാത്രമല്ല, പെൺകുട്ടികൾ ഇങ്ങനെ അടുക്കളയിൽ അടച്ചുമൂടി കിടക്കേണ്ടവരാണെന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആർക്കുമില്ല. മോൾക്കുള്ള കഴിവുകളെ വെച്ച് എന്തിൽ വേണമെങ്കിലും പങ്കെടുത്തോ. പൂർണ്ണമായിട്ട് ഞങ്ങൾ ഒപ്പം ഉണ്ടാവും. കേട്ടല്ലോ, അച്ഛൻ, അമ്മ, മുത്തശ്ശി 3 പേരും കട്ടയ്ക്ക് നമ്മുടെ കൂടെയുണ്ട്. സോ ഇനി തർക്കങ്ങളൊന്നും വേണ്ട. സർക്കാരിന്റെ ഈ പ്രൊജക്ട് നമ്മൾ ചെയ്യുന്നു. അതിനു മുമ്പ് അവര് നമ്മളെ മീറ്റ് ചെയ്യും. പ്രൊജക്ട് സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും അവരോട് മറുപടി പറയുന്നത് ഗാഥ നവീനായിരിക്കും. ഓക്കെ അല്ലേ മണിക്കുഞ്ഞ്? പിന്നല്ലാതെ ഗാഥാമാടം മനസ്സറിഞ്ഞൊന്ന് ഇറങ്ങിയാലുണ്ടല്ലോ. ഇത് മാത്രമല്ല, ഗവൺമെന്റിന്റെ മുഴുവൻ പ്രോജക്റ്റും നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ പോരുന്നേ. തങ്കം, ഞാനൊരു കാര്യം പറയാം. ഇത്രയും ദിവസം ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നൊരു കാര്യ. കൃഷ്ണമോളുടെ കാര്യത്തില് ദൈവം ചിലതൊക്കെ കണക്ക് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗാഥയും കൃഷ്ണയും എന്തിനാ ഒരുപോലെയായത്? ഗാഥയുടെയും നവീന്റെയും വിവാഹം നടക്കുന്നതിനിടയിൽ എന്തിനാ ഒരു സർപ്പദോഷം ഉണ്ടായത്? അത് തീർക്കാൻ സിത്താര മാഡം കൃഷ്ണയെ തന്നെ കണ്ടെത്തിയത് എന്തിനാ? വേണ്ട, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കൃഷ്ണമോളിപ്പോ
നവീന്റെ കൂടെ ആണല്ലോ ജീവിക്കുന്നത്. നവീന് കൃഷ്ണമോളോട് എന്തൊരു സ്നേഹമാണ്. അതിന് ഞാൻ പലപ്പോഴും സാക്ഷിയാണല്ലോ. ആ, കൃഷ്ണമോളെ നവീന് ഭയങ്കര ഇഷ്ടാ. ചിലപ്പോ ഇത് തന്നെയാണ് കൃഷ്ണമോളുടെ ജീവിതമെങ്കിലോ? സിത്താര മേഡം നിർബന്ധിച്ച് ഗാഥയുടെ കഴുത്തിൽ കെട്ടേണ്ട താലി കൃഷ്ണയുടെ കഴുത്തിൽ കെട്ടിച്ചു. പക്ഷേ അതവിടെ സ്ഥിരമായിട്ട് കിടക്കാനുള്ളതാണെങ്കിലോ? കളരിക്കലെ വധുവാകാൻ പോകുന്നത് കൃഷ്ണ തന്നെയാണെങ്കിലോ? മനക്കണക്ക് കൂട്ടാൻ എളുപ്പമാണ് ഗോപാലൻ. എന്നിട്ട് ഈ പറഞ്ഞ കളരിക്കൽ കയറി ചെല്ലുന്ന പെണ്ണിന് എന്ത് വിധിയെ വെച്ചിട്ടുള്ളത്? തങ്കം, പരിഹാരമില്ലാത്ത കാര്യമുണ്ടോ? അവരെത്രയോ പരിഹാര പൂജകൾ ചെയ്തു. ഇപ്പൊ നടക്കുന്ന ഈ 41 ദിവസ വ്രതം തന്നെ അതിന്റെ ഒരു ഭാഗമല്ലേ? എന്തായാലും ആ പൂജ ഭംഗിയായിട്ട് കൃഷ്ണമോള് പൂർത്തിയാക്കുമെന്ന് നമുക്കൊക്കെ ഉറപ്പുണ്ടല്ലോ. അത് പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും കൃഷ്ണമോള് നവീന്റെ പൂർണ്ണ അർത്ഥത്തിലുള്ള ഭാര്യയായി മാറിയിരിക്കും. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതാൻ തങ്കേച്ചി നമുക്ക്. ആ, എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. തങ്കേച്ചി ഇപ്പൊ ആത്മവിശ്വാസം കാണിച്ചില്ലെങ്കിൽ കൃഷ്ണയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇനി അവളുടെ മുന്നിൽ ഒന്നും പറയുന്നില്ല. സുനന്ദേ, നീ സിത്താര മേഡത്തിന്റെ വീട്ടിലെ ജോലിക്ക് ഇനിയും പോണം. ഇനി എന്നെ അവര് കേറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കേറണം. കാരണം ഇനിയുള്ള അവരുടെ തീരുമാനങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയണം. എന്തൊക്കെ അവർ ചെയ്യാൻ പോകുന്നതെന്ന് അറിഞ്ഞാലേ കൃഷ്ണമോളുടെ ജീവിതം സുരക്ഷിതമാണോ അല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. അത് ഗോപാലൻ പറഞ്ഞത് നേരെ സുനന്ദേ. ചേച്ചി, എനിക്കതിൽ സന്തോഷേ ഉള്ളൂ. പക്ഷെ എനിക്കറിയാം അവരുടെ സ്വഭാവം വെച്ച് ഇനി എന്നെ അവിടെ കേറ്റില്ല. എന്തായാലും ഇപ്പൊ കൃഷ്ണയുടെ സഹായം അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ കൃഷ്ണയുമായി ഏറ്റവും അടുപ്പമുള്ള നമ്മളെ ഒഴിവാക്കുന്നതിനെ കുറിച്ച് അവർ ചിന്തിക്കില്ല. നീ ധൈര്യമായി ജോലിക്കല്ലേ, അവരവിടെ നിന്നെ നിർത്തും. എങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഞാൻ പോവാം. തങ്കം, സുനന്ദ കൃഷ്ണയുടെ അടുത്തുണ്ടാകും. കൃഷ്ണയെക്കുറിച്ച് എന്ത് തീരുമാനമെടുത്താലും അത് അപ്പൊ തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ നമ്മളിപ്പോ ഒരു തീരുമാനം എടുക്കുകയാണ്. അത് കൃഷ്ണമോളും നവീനും ഒന്നിച്ചാണ് ഇനി അങ്ങോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതാ. തങ്കം, അങ്ങനെ മാത്രം ചിന്തിക്കുക.